See that? She is needling, I think. അതിലെ നൂലൊക്കെ കോർക്കുകയാണ്, പിന്നെ ബാക്കി മെഷീൻ വർക്ക് നടക്കും തോന്നുന്നു. ഓക്കെ. വീവിങ്. നീ മറ്റേ നൂലും തോർക്കണ ഫാക്ടറിയിലുള്ളത്? We are doing something. Okay. Okay, Hannah, thank you. Okay, dear. Hannah, thank you. Hannah, please send this video in our class group also after the class. Okay. Exam I told at 7 o'clock. Please mark your attendance. Or shall we postpone the exam today? Because in the exam, because നാളെ വേറെ ഉണ്ടോ? നാളെ വേറെ കാരണം അല്ലെങ്കിൽ shall I do it by 7:30? Because ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 6:30 ഒക്കെ ആകും മക്കളെ. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് എനിക്കിനി ചെന്നിട്ടും ജോലി ഒക്കെ ഇല്ലേ? Please, those who did not mark your attendance, please you have to mark your attendance. So now we have seen the video of weaving. Our Hannah has showed that, and after the class she will share that same video in our class group. You can watch it. Okay. Hannah ഗ്രൂപ്പിലിട്ട്. One second, don't make so much sound. I'll share the screen.
Okay, did you see that video? Did you see the video? Yes, that is weaving. In activity 2, you might have noticed that a fabric is made up of two sets of yarns arranged in together. The process of arranging two sets of yarns together to make a fabric is called weaving. Let us see how weaving we can do with a paper. ഒരു പേപ്പർ കൊണ്ട് നമുക്ക് എങ്ങനെ weaving ചെയ്യാമെന്ന് നമുക്ക് ഇവിടെ നോക്കാം. Activity 5. Take two sheets of paper of different colors. One yellow or another one should be another color. You can take any two colors of paper. Cut square pieces of length and width equal to 30 centimeters from each sheet. So the length should be equal. ഒരേ ലെങ്ത് ആയിരിക്കണം ആ രണ്ട് ഷീറ്റിനും. If it is 30 or 40 or 50, how many centimeters it is, it should be equal. Now fold for both the sheets into half. On one sheet to draw lines as shown in the figure 3.12a and on the other as shown as in figure 3.12b. Cut both the sheets along the dotted lines and then unfold. Weave the strips one by one through the cuts and the sheets of paper as shown in figure 3.12c. Figure 3.12b shows the pattern after weaving all the strips. See here they asked, here they have taken one is orange color and another one is green in color. അത് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മളോട് ഇതുപോലെ വരയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഓരോന്നിലേക്ക് വീവ് ചെയ്ത് കയറ്റി വിടുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇതേപോലെ കിട്ടും. നിങ്ങൾ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ ഡിസൈൻ വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ലൈക്ക് ദിസ് ഓൺലി ദേ ആർ വീവിങ്. അത് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ പിന്നെ ഓലമെടയെന്ന് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ? ഓലമെട എന്ത് കണ്ടിട്ടുള്ളവരൊന്ന് കൈന്ന് പൊക്കിക്കേ. ഓക്കെ, ചിലവർക്കൊക്കെ അറിയാം തെങ്ങിന്റെ ഓലമെടന്ന്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഓലമെടയെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മള് ഓക്കെ. സോ ആക്ച്വലി നമ്മൾ അതിങ്ങനെ ഒരെണ്ണം പൊക്കിയിട്ട് അതിന്റെ അടിയിലേക്ക് വെക്കും. അടുത്തതില് ഇത് മേളിൽ വരും, അത് താഴെ വരും. ആ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. അതായത് there will be two sets. ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും ആയിരിക്കും അതിന്റെ ഓലകളുടെ കിടപ്പ്. നമ്മൾ നേരെ അത് ഒടിച്ചിട്ട് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് മേളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ അത് അടിയിൽ പോകും. നെക്സ്റ്റ് വണിയിൽ അത് മേളിൽ വരും. ലൈക്ക് ദാറ്റ്. ഗേൾസിന്റെ മുടി ഇങ്ങനെ പിന്നിടാറില്ലേ നിങ്ങള്? ഗേൾസിനൊക്കെ അറിയാമല്ലോ അത് ഇല്ലല്ലോ. അപ്പൊ ഒന്നെടുത്തിട്ട് നമ്മൾ ആദ്യം മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പിടി നമ്മൾ അടിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് വേ. ഇവിടെ അതുപോലെയാണ്. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. വൺ ഗ്രീൻ കളർ വൺ അനദർ വൺ ഈസ് റെഡ് കളർ വരും. അത് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും. ഓക്കെ. Next one is handloom. In a similar manner, two sets of yarn are woven to make a fabric. The yarns are much thinner than our paper strips. Of course, weaving of fabric is done on looms. ഈ വീവിംഗ് നടക്കുന്നത് എവിടെയാണ്? It is done by looms. ലൂമിലാണ് നമ്മൾ ഇപ്പം കണ്ട സാധനത്തിന്റെ വീവിംഗ് മെഷീൻ ഇല്ലേ അതിന്. The looms are either hand operated or power operated. Now we have seen that Hannah's house, that is a hand operated. കൈ കൊണ്ട് ചെയ്യുന്നതാണ്, കാലും കൊണ്ടൊക്കെ അമർത്തുന്നത്. നമ്മളിപ്പം കണ്ട വീഡിയോയിലും അങ്ങനെ തന്നെയാണ് അല്ലെ? അവരുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുന്നത്. ബട്ട് നമുക്കറിയാം മാൻ പവർ ഹാസ് എ ലിമിറ്റ്. If you get the help of a machine, it will do very speedily. പിന്നെ എങ്ങോട്ടാ ഓടുന്നേ? സീറ്റ് മാറുന്നതാണോ ക്യാമറ ഇട്ടോണ്ട് പഠിപ്പിക്കുന്നതാണോ? So looms are either operated by hand or power operated. Power operated എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മെഷീൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാകും, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യുന്നതും ഉണ്ടാകും. രണ്ടും കൂടുതലും എനിക്ക് തോന്നുന്നു ഈ പണികളൊക്കെ ചെയ്യുന്ന കൈ കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കറണ്ട് ഉപയോഗിച്ചിട്ട് ആ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യും. അപ്പൊ സ്പീഡായിട്ട് ചെയ്യും. നമ്മളിപ്പം വലിയൊരു മില്ലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൈ കൊണ്ടൊന്നും കാര്യം ചെയ്യുന്നില്ല. പഴയ കാലത്ത് ഓൾഡൻ ടൈമില് അവർ വീട്ടിൽ ഇരുന്ന് കൈ കൊണ്ട് തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലും മില്ലുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ they are doing, but all the things are operated by the power machines. So it will be
Very, very fastly it can be done. Shisa, what happened here? Next one is knitting. Knitting in the Barnala. Do you know to weave or through the with the wool? Wool from the thing can think of around. Woolen നൂലും കൊണ്ടിങ്ങനെ മഫ്ലയർ ഷോളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു സൂചിയും കൊണ്ടിങ്ങനെ കുത്തി 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 പണിയുന്ന കണ്ടിട്ടുണ്ടാവും. വെയിറ്റ് ഞാൻ നോക്കട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്നേ. See this one, like this way. They have a needle type one. അതായത് ഇവരുടെ കയ്യിൽ ഇങ്ങനെ നീഡിൽ പോലത്തെ ഒരു സാധനം, നമ്മുടെ ഒരു വലിയ സാധനം കുറച്ച് ഇത്ര നീളമുള്ളത്, അത് ഉപയോഗിച്ചിട്ട് നൂലും കൊണ്ട് ഇങ്ങനെ വലിച്ചു 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 നോക്കട്ടെ. Is to be on a journey, and along the ride, you crochet a chain, crochet a single crochet, and how to weave the next one. So today we're going to yarn. This is woolen thread. Or you go to the store to get any of their basic. This is woolen thread. 100% acrylic. And for crochet hook, I recommend getting aluminum crochet hook. This is kosher. Kosher എന്ന് പറയുന്ന സാധനം. Sizes and you can use them for many different projects and all kinds of stuff. So today I'm going to be using a 5.5. To start, you're going to have a slip knot. To do this, Muhammad, don't draw, please. Please don't draw, Muhammad. വയസ്സായിരിക്കും. മുഹമ്മദ് എന്ന പേര് ഉണ്ട്. ഞാൻ വരച്ചിട്ടാണ് സർ. See this? next is how you fold the crochet hook and the knot. You want the crochet hook നമ്പർ എടുത്തരും ഒരു നമ്പർ എടുത്തരോ. Please don't talk. and has a top loop and a bottom. There's a top. Now we're going to do a single crochet. We're going to insert our hook into the second chain, this second bead from our hook. We insert. മിസ് ഞാനൊന്ന് വീഡിയോ ആക്കുവാണെ. വീഡിയോ ഓൺ ആക്കുമ്പോ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുക. Okay. Yarn over. Yes. Did you see this is how they are stitching? എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ? Okay. That is knitting. അതാണ് knitting. എന്തിനാണ് വൈസ വരച്ചത്? Why did you draw? When I shared the screen? Only two Muhammads are here. If it is Muhammad K, then it will be Muhammad Rubaisa. Name അവിടെ തെളിഞ്ഞു മുഹമ്മദ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. Okay.
രണ്ടാളും വരച്ചിട്ടേ രണ്ടാളും വെച്ചിട്ടില്ല. ഇനിയിപ്പോ ഇതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും മുഹമ്മദ് ഉണ്ടോ ഇവിടെ? എന്റെ അറിവിൽ വേറെ മുഹമ്മദ് ഒന്നും ഇല്ല. ഒന്ന് മുഹമ്മദ് റുവൈസോ, ഒന്ന് മുഹമ്മദ് കെയും ഉള്ളൂ. ഓക്കെ, സോ എനിത്തിങ്? Have you noticed how sweaters are knitted? Anything? A single yarn is used to make a piece of fabric. വീഡിയോ ഓഫ് ആക്കോണേ. വീഡിയോ ഓൺ ആക്കുമ്പോ കട്ടായി പോയിക്കൊണ്ടിരിക്കുക. Okay. So, ഇപ്പൊ ഇവിടെ ഒറ്റ ഒരു സൈഡിലേക്കുള്ളൂ. മറ്റത് നമ്മുടെ മറ്റേ വീവിങ്ങില് 2 ടൈപ്സ്. ഒരു സൈഡിലേക്ക് ലൈക്ക് എന്താ പറയണ്ടേ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ വരുന്നുണ്ടായിരുന്നു. 2 സൈഡിലേക്കും വരുന്നുണ്ടായിരുന്നു ത്രെഡ് അല്ലെ. പക്ഷെ ഇവിടെ ആവുമ്പോൾ നമ്മളുടെ നിറ്റിങ്ങില് ഓൺലി ടു വൺ സൈഡ് ഇറ്റ് ഈസ്. ആൻഡ് സോ what will happen if we have to remove that just enough to pull from one side? നമുക്കത് അഴിക്കണമെങ്കിൽ ഇത്രയും എത്ര തുന്നിട്ട് ഒരു വലിയ സ്വെറ്റർ ആക്കിയെന്ന് വിചാരിച്ചോ, ഒരു വലിയ സ്വെറ്റർ മാതിരി അല്ലെ മഫ്ലർ മാതിരി വലിയൊരു ഷോൾ പോലെയൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്തു. ദെൻ നമ്മൾ അതിന്റെ ഒരറ്റത്ത് പിടിച്ച് വലിച്ചാൽ ഫുള്ളി അതിന് വിട്ടിട്ട് പോന്നോളൂ സോ സ്പീഡില്. പക്ഷെ നമ്മുടെ ക്ലോത്തിന് ഒരിക്കലും അങ്ങനെ വരില്ല അല്ലെ, ബിക്കോസ് ക്ലോത്ത് ഈസ് വീവിങ്. നമ്മൾ ക്ലോത്ത് വീവ് ചെയ്യണം. അപ്പൊ 2 സെറ്റ് നൂല് ഇടുന്നുണ്ട് ത്രെഡ്, അതായത് വൺ സൈഡിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ. If it comes to up and sideways also, 2 സെറ്റ് നീളത്തിലും കുറുകയുമായിട്ട് നൂലിട്ടിട്ടാണ് വീവ് ചെയ്യുന്നത്. Have you ever pulled the yarn from torn pair socks? See, you have old socks and all, isn't it? If you pull a thread from the socks, I think nowadays we have a little more modern type of socks. So no, but this yarning socks ഇലാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോക്സ് എന്ന് പറഞ്ഞാൽ മെഷീൻ മെയ്ഡ് സോക്സ് ആണ്. സോ അതിന് 2 സൈഡിലേയും ഇടുന്നുണ്ടായിരുന്നു. Angel has to mute and keep, otherwise some sound is coming. Angel, see, for small children, so small babies and all, their mothers will yarn like this way. We are using they will yarn the shoes, then hat and all for them. Hat means actually it is muffler and all for the babies, for children and all small ones. അതായത് കുഞ്ഞു ബേബീസിനൊക്കെ ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവരുടെ അമ്മമാർ തന്നെ ഈ വൂളൻ ഷീറ്റിലെ വൂളൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്വെറ്റർ, പിന്നെ അതുപോലെ മഫ്ലർ, ദെൻ ഷൂസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ മക്കൾ ഇത്തിരി വലുതാകുമ്പം നിങ്ങളെ പോലെയല്ലേ കുരുത്തക്കാരല്ലേ, അപ്പൊ അവരെന്ത് ചെയ്യും, ഒരറ്റത്ത് നിന്ന് എവിടെന്നെങ്കിലും കടിച്ചു പൊട്ടിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഇറ്റ് വിൽ കം ഔട്ട് ബിക്കോസ് ഇറ്റ് ഈസ് knitting. Okay. Have you ever pulled the yarn from torn pairs of shoes? What happens? Single yarn gets pulled out continuous as the fabric gets unrevealed. Socks and many other clothing items are made knitted fabrics. Knitting is done by hand and also on machines. This that we have seen that they have done by their machine, by hand. But knitting also can be done using machines. Machines ഉപയോഗിച്ച് knitting ചെയ്യാൻ പറ്റും. നിങ്ങൾ ചില മക്കൾ കണ്ടിട്ടുണ്ടോ ഈ ഉടുപ്പിന്റെ ഒക്കെ അതായത് ചില ബനിയൻസിന്റെ ഒക്കെ യോസി Don't wash your face and come fastly. Run. Fire in the mountain. Run. Don't wash and come fastly. ഇല്ലേ, നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കല്ലുപുറക്കി എറിയും. ഞാൻ ഉറക്കുന്നൊന്നുമില്ല. Close your eyes. ഈ വീഡിയോയുടെ ഇതിന് യൂട്യൂബ് കാണാം, അപ്പൊ നിനക്ക് മനസ്സിലാക്കും കേട്ടോ. ഓക്കെ ഡിയർ. പിന്നെന്താ പറയണ്ടേ, ചില ഉടുപ്പിനൊക്കെ നിങ്ങളുടെ ഉടുപ്പിന് ഈ ബനിയൻ ടൈപ്പ് ഉടുപ്പ് അങ്ങനത്തെ നൂലൊക്കെ പൊടി കഴിഞ്ഞ് ചിലപ്പോൾ ഒരൊക്കെ വലിച്ച് മൊത്തം ഇട്ട് പോരും. കണ്ടിട്ടുണ്ട് അങ്ങനെ? പിന്നെ അത് രസമല്ല അല്ലേ, ഇങ്ങോട്ട് വലിച്ചു കയറും. Weaving and knitting are used for making different kinds of fabric. These fabrics are used for a variety of clothing items. History of clothing materials. Do you think that from the beginning onwards people were using this type of dress? No. You might have studied the early men were using the barks and leaves of trees and all. Early means
first man didn't have any types of clothes. They have no shame and all. Everybody was without any clothes. So they didn't have any shame and all. Okay. After that, they started using dress. Dress means this type of dress they didn't have. Instead, they were using some leaves. Most of the people were living in the forest, isn't it? Okay. So they had different kinds of trees in the forest having big leaves or thick leaves and all. So they were using many leaves as their cloth. And actually why they started using clothes is they wanted to escape from the harsh climate. Maybe it is very hot or very cold. So to escape from that, they started using these leaves as clothes. And gradually we know that anyway, we know that if you are using a leaf as cloth, if it is small leaf, they have to use many leaves together. If it is big leaf, okay, if they sit anywhere or if they go walk under like that, within 1 or 2 days, all these leaves will be torn off. So they started using barks of trees. Bark means thick skin of trees. Then when it is raw it is okay. After that it will dry up. So if you use dried barks, it will not be fit to bear. ആദ്യകാലങ്ങളിൽ അവര് എന്താ തുണിയൊന്നും ഇല്ലായിരുന്നു, ഡ്രസ്സ് അവർക്ക് അങ്ങനെ നാണം അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു, എല്ലാവരും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നീട് അവര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നു, ചൂടൊക്കെ സഹിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവര് ലീവ്സും അതുപോലെ തന്നെ ട്രീസിന്റെ ബാർക്സ് തൊലിയൊക്കെ ഉപയോഗിച്ച് ഒരു ഡ്രസ്സൊക്കെ ഉപയോഗിക്കും. നമുക്കറിയാം കുറച്ച് ദിവസത്തേനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ കീറിപ്പോകും അല്ലെ. ഓക്കെ. Have you ever wondered what materials people used in ancient times for clothes? It appears that in those times people used the barks and the big leaves of trees or animal skin and furs to cover themselves. After people began to settle in agriculture communities, they learned to weave twigs and grass into mats and baskets. So at that time, people were roaming in the forest. They were not staying in one proper place. They used to live in the forest for 1 or 2 days or 3-4 days. After that, they will change because they didn't have a house and all. And gradually, after many years, they started to settle in some places because they started agriculture. അതായത് അവർ ഫോറസ്റ്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവിടെ അവരെന്ത് ചെയ്യായിരുന്നു? അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് താമസിച്ചാൽ നാളെ വേറെ സ്ഥലത്ത്, അങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലമില്ല. ബിക്കോസ് they didn't have house and all. They used to live in under the trees and all. ട്രീയുടെ ഒക്കെ ചുവട്ടിലായിരുന്നു അവർ താമസിച്ച് കിടന്നുകൊണ്ടൊക്കെ ഇരുന്നത്, അല്ലെങ്കിൽ in the caves and all like that. എനിവേ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് they used to live in one place. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ താമസിക്കുന്ന പോലെ കുറെ നാളത്തേക്ക് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? They learned to weave twigs and grass into mats and baskets. Vines, animal fleece or hair were twisted together into long strands. These were woven into fabrics. So twigs എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ, കമ്പ് കഷ്ണങ്ങളൊക്കെ, അങ്ങനത്തെ കമ്പ് കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചും അതിന്റെ കൂടെ വള്ളിയൊക്കെ കെട്ടിയിട്ടും ഒക്കെ ആയിട്ട് അവര് ആ കാലഘട്ടത്തിൽ ഒരു ഡ്രസ്സ് പോലെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രാജുവലി ഇന്നത്തെ രീതിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. The early Indians wore fabrics made out of cotton that grew in the regions near the river Ganga. Near Ganga river, people used to cultivate cotton plants, and from that they used to make fabrics. അതായത് ചുമ്മാ തുണിയായിട്ട് തന്നെ, ഇന്നത്തെ പോലെ ഇങ്ങനെ ചുരിദാറായിട്ടോ ഉടുപ്പായിട്ടോ ഷർട്ടായിട്ടോ സ്റ്റിച്ച് ചെയ്യാതെ നൂലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടി അവർ ഉടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. Flax is also a plant that gives natural fiber. Like jute and cotton, another plant is called flax, is also a natural fiber. In ancient Egypt, cotton as well as flax were cultivated near the river Nile and were used for making fabrics. In India, flax was cultivated near, or cotton was cultivated near river Ganga, and in ancient Egypt,
Yes, it is a one second. In ancient one second. Okay. Have you heard about ancient Egypt? Have you heard that about that country? Yes, there is a famous river. Yes, yes, there is a famous river. Which river is there? Huh? നമ്മളെ ചരിത്രത്തിലെല്ലാം ഉണ്ടായ ഒരു Yes, 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 correct. Which river is there? Famous river? Nile, river Nile. And it is an ancient river, Nile river. So, near the banks of river, there they used to cultivate this cotton and plus flax also. Flax, cotton, ഇങ്ങനെയുള്ളതൊക്കെ അവരും അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ഈ ഡ്രസ്സുകളൊക്കെ അതിൽ നിന്നും ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല, പക്ഷെ അവര് സംവാട്ട് ഏതാണ്ടൊക്കെ രീതിയിൽ അവര് ഡെവലപ്പ് ചെയ്തിട്ട് they used to make clothes. In those days, stitching was not known. At that time, they were not knowing stitching. Stitching എന്ന് പറയുന്നത് അവർക്ക് അറിയത്തില്ലായിരുന്നു. Then how they were, people simply tapped the fabrics around different parts of their body. So അത് ചുമ്മാ ഇങ്ങനെ ബോഡിയിൽ ഇടുമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഒരു തുണിക്കഷ്ണം അത്രേ ഉള്ളൂ. അല്ലാതെ അത് നമുക്ക് ഇന്നത്തെ പോലെ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. Weaving machine was not there or sewing machine was not there. And fabrics around different parts of their body, many different ways of dropping fabrics were used. With the invention of the sewing needle means a stitching needle. നമ്മളുടെ ഇന്നത്തെ മെഷീനിലൊക്കെയുള്ള സൂചിയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മളിങ്ങനെ നൂല് കോർത്ത് തുന്നുന്ന അങ്ങനത്തെ നീഡിൽസ് ഉപയോഗിച്ച് people started stitching fabrics to make clothes. Stitched clothes have gone through many versions since this invention. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓൾഡ് ഫിലിം കാണുക. ഓൾഡ് ഫിലിം മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് സി. കുറച്ച് സമയം കണ്ടാൽ ഫുൾ ടൈം ഇഫ് യു വാച്ച് യു വിൽ ബി ബോറിംഗ്. ദെൻ അതിനുശേഷം ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഒരു ഫിലിം കാണുക, കളർ ഫിലിംസ്. ഇനി ഒരു 10-20 ഇയേഴ്സ് ബാക്കിലുള്ള ഒരു ഫിലിം കാണുക, ദെൻ ടുഡേയ്സ് ഫിലിം കാണുക. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് അന്നത്തെ കാലത്തെ ആൾക്കാർ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ ഒക്കെ സ്റ്റൈല്. മനസ്സിലായോ? ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ കുറെ വർഷം മുന്നേ ഉള്ള ഒരു ഫിലിം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അന്നത്തെ ആൾക്കാർ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ ഇന്നൊക്കെ ഒത്തിരി മോഡൽസ് ചേഞ്ച് ചെയ്തു അല്ലെ? സോ stitched clothes have gone through many variations since this invention, but is it not amazing that even today sari, dhoti, lungi or turban is used as an unstitched piece of fabric? So many changes have been taken place, but still we can see you that day you people said that you have not used mummy's sarees, isn't it, for playing purpose? But anyway, today you take one old saree from your mother or churidar shawls, the lungi of your father. Take and just see, no need to use that, but just to see there is no other stitching for that. അതിനൊരു സ്റ്റിച്ചിങ് ഇല്ല, അങ്ങനെ ഒരു പ്ലെയിൻ ക്ലോത്ത് ആയിട്ടാണ് സാരി വരുന്നത് അല്ലെ? സാരിക്ക് ഇങ്ങനെ കട്ടിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്ലെയിൻ ഒരു ക്ലോത്ത്. ചുരിദാർ ഷോള് സിമ്പിൾ. See, this is churidar shawl, no stitching for in between and all. But see your dress, your shirt, banian, your churidar pants, whatever it may be, whatever you have worn. How is it? Here one stitch. You can remove this piece. ഈ പീസ് നമുക്ക് റിമൂവ് ചെയ്യാം.
where all pieces have been joined. You can, so many joined pieces make this dress in different ways, in variety ways, isn't it? Okay. So just as there is a large variety in the food eaten all over the country, a large variety exists also in fabrics and clothing items also. We studied in the previous class that we use different kinds of, or we eat different kinds of food all around the world. Like that way, different kinds of clothes, fabrics are using in different places. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് too hot അല്ല too cold അല്ല നമ്മുടെ ക്ലൈമറ്റ്. So നമുക്ക് modern types of clothes എല്ലാം ഇവിടെ apt ആണ്. But if you go to European countries, if you wear this type of clothes, not at all suitable. നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഈ 500 രൂപയുടെ 1000 രൂപയുടെ ഡ്രസ്സൊക്കെ ധരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്ത് വിറച്ച് ചത്തുപോകും. പിന്നെ if you go to African countries, if you go to African countries, it is very hot region, isn't it? There, അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഹോട്ട് റീജിയൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ ഈ സ്വെറ്ററും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. Anyway, our time is up. Lesson is over.